പ്രിയം നിറഞ്ഞവരെ, രക്ഷിതാക്കളോടാണ്. അദബുള്ള സമൂഹമായി മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നാം നമ്മുടെ മക്കളെ വളർത്തേണ്ടതുണ്ട്. എന്തായിരുന്നു മഹാനരാകുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ക്വാളിറ്റി? ആ ക്വാളിറ്റിയെ മഹാനാകുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശ്വവിഖ്യാത ഗ്രന്ഥമാകുന്ന അദ്ദുറുൽ മൻലൂദിൽ എഴുതി ചേർക്കുന്നുണ്ട്. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ജാഅ വ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു യഉമ്മുൻ നാസ ഫതഅഖറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ വന്നപ്പോൾ അവിടുത്തോട് ഇമാമ് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. ഫതഅഖറ, അവിടുന്ന് നിന്നില്ല, പിന്നോട്ടടിച്ചു. ആ അവസരത്തിൽ മുത്തുനബി അമറഹു അൻ യസ്ബുത മക്കാനഹു, അവിടെ തന്നെ നിൽക്കാൻ വീണ്ടും കൽപ്പിക്കുകയാണ്. ഫലം യംതസിൽ, പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുസരിച്ചില്ല. സുമ്മ സഅലഹു ബഅദൽ ഫറാഗി അൻ ദാലിക, നിസ്കാരശേഷം ഇമാമായിക്കൊണ്ട് മുത്തുനബി നിന്നതിനു ശേഷം നിസ്കാരശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഫഅബ്ദാലഹു അന്നഹു ഇന്നമാ ഫഅലഹു തഅദ്ദുബൻ, എന്നിട്ട് മഹാനുഭാവൻ കൊടുക്കുന്ന മറുപടി ബിഖൗലിഹി മാ കാന യംബഗി ലി ഇബ്നി അബി ഖുഹാഫത അൻ യതഖദ്ദമ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറാകുന്ന അബൂ ഖുഹാഫയുടെ മകനാകുന്ന എനിക്ക് അങ്ങയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ളൊരു നമസ്കാരം അത് എനിക്ക് ആവശ്യമില്ല. അങ്ങയുടെ പിന്നിൽ നിൽക്കൽ മാത്രമാണ് അബൂ ഖുഹാഫയുടെ ഈ മകനുള്ള ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ, നേരത്തെ മുത്തുനബി ഇമാമ് നിൽക്കാൻ കൽപ്പിച്ചിട്ടും അതിനെ അനുസരിക്കാതിരുന്നതിനെ മുത്തുനബി വിമർശിക്കാതെ ഫഅഖറഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ദാലിക, മുത്തുനബി അതിനെ അംഗീകരിക്കുകയാണ്. ഇതാണ് അദബ്. ഈ അദബിനെ പുതിയ കാലത്തെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അദബില്ലാതെ എത്ര നമ്മൾ എത്തിയിട്ടും കാര്യമില്ല. മാ വസല മൻ വസല ഇല്ലാ ബിൽ ഹുർമതി,